ദേ വാലന്റൈൻസ് ഡേ എത്തിയേ. നിങ്ങളുടെ ക്ലോസ് മൊമെന്റ്സ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ ഡെന്റൽ ടിപ്സ് പറഞ്ഞു തരട്ടെ. ഇഫ് യു ഷെയർ എ ബെഡ് യു ഷെയർ ജേംസ് എന്നും കൂടിയാണ്. നെവർ ഷെയർ യുവർ ടൂത്ത് ബ്രഷസ്. എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ടൂത്ത് ബ്രഷ് എൻ്റെ തന്നെയാണ്. ഫോർ ദാറ്റ് കേസ് എനി ഓറൽ ഹെൽത്ത് കെയർ ടൂൾസ് ഷെയർ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എപ്പോഴും പറയണ പോലെ ബ്രഷ് ആൻഡ് ഫ്ലോസ് ട്വൈസ് ഡെയിലി. ഇനി പാർട്ട്ണർ കുറച്ച് ബ്രഷ് ചെയ്യാൻ മടിയുള്ള ആളാണെങ്കിൽ ഒരു സൂത്രം പറഞ്ഞുതരാം. സിങ്ക് യുവർ ബ്രഷിംഗ് ടൈം. നമ്മൾ എപ്പോഴും പുറത്തു പോകുമ്പോൾ രാവിലെ എല്ലാവരും ബ്രഷ് ചെയ്യും, പക്ഷേ നൈറ്റ് ബ്രഷിംഗ് ഈസ് നോൺ നെഗോഷ്യബിൾ വെൻ ഇറ്റ് കംസ് ടു ഒരു പാർട്ട്ണർ ലൈഫ്. റീപ്ലേസ് യുവർ ടൂത്ത് ബ്രഷ് എസ്പെഷ്യലി ആഫ്റ്റർ ഒരു ഇൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ. കാരണം ഒരു കോൾഡ് അല്ലെങ്കിൽ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ജേംസ്, വായിലുള്ള ജേംസ് ഒക്കെ നിങ്ങളുടെ ടൂത്ത് ബ്രഷിലും ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ ജസ്റ്റ് വൺ കിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കിസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് കിസ്സിലൂടെ ഒരുപാട് ജേംസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെയർ നൗ, റൊമാൻസ് ലേറ്റർ. പിന്നെ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ടങ് ക്ലീനിങ്. കാരണം എന്താണെന്നറിയോ, ഈ ബാഡ് ബ്രത്ത് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഏറ്റവും ഒളിച്ചിരിക്കുന്നത് നമ്മുടെ ടങ്ങിലാണ്. പല്ലുവേദന ഉണ്ടെങ്കിൽ മാത്രമാണ് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുള്ളൂ എന്നുള്ള സ്വഭാവം അങ്ങോട്ട് മാറ്റാം. എന്തെങ്കിലും ഏർലി സിംറ്റംസ് ലൈക്ക് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് കാണുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ കറുത്ത സ്പോട്ട്സ്, ക്യാവിറ്റി ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് ഉണ്ട്, അങ്ങനെ എന്തുണ്ടെങ്കിലും ഡെന്റിസ്റ്റിനെ ഏർലി വിസിറ്റ്സ് എപ്പോഴും നല്ലതാണ്. ഇനി അതിന് നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഡെന്റൽ വിസിറ്റ്സ് ഒരു കപ്പിൾ ആക്ടിവിറ്റി ആക്കിക്കോളൂ. ഇനി പാർട്ട്ണർ ഒരു കൂർക്കമലിയൊക്കെ ഉള്ള ആളാണോ? കൂർക്കമലിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ഡ്രൈ മൗത്ത് ഉണ്ടാവും. ആൻഡ് ഡ്രൈ മൗത്ത് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ബാഡ് ബ്രത്തും ക്യാവിറ്റീസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വീട്ടിൽ ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, സലൈവ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചൂയിങ് ഗംസ്, ഷുഗർ ഫ്രീ ആയുള്ള ചൂയിങ് ഗംസ് ഇടയ്ക്കിടയ്ക്ക് ചൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.